അച്ചാ എന്ന് ഈ ഇലയെന്നില്ലോ അച്ഛാ നമ്മള് തിന്നുന്നത്. എനിക്ക് നല്ല ഏതെങ്കിലും വേറൊരു ഇലയൊന്ന് കൊണ്ട് തരാൻ നോക്കച്ചാ. കാട്ട ഉണ്ടച്ചാ തിന്നാനായിട്ട് ഈ ഇലയെങ്കിലും ഉള്ളത് ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവന് വേറെ ഇല കഴിച്ചു വെച്ചായിരുന്നു. ഞാൻ കേട്ടല്ലേ. മര്യാദക്ക് തിന്നിട്ട് എന്റെ വീട്ടിൽ പോകാൻ നോക്കടായിരിക്കും അങ്ങോട്ട്. എന്റെ പൊന്നാണല്ലേ എണ്ണ, ഞാൻ ഇച്ചിരി മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് കളിച്ചോട്ടുണ്ടായി. എന്തൊരു സ്വഭാവമാന്ന് നോക്കിയാണ് എന്നെ അങ്ങനെ വീട്ടിലങ്ങ് അടച്ചു വെച്ചങ്ങ് വളർത്തുവാ. ഈ മൂക്കും കൊണ്ടിപ്പോ പണ്ടത്തെ പോലെ മണം ഒന്നും പിടിക്കാൻ പറ്റുന്നില്ലല്ലേ ദൈവമേ. എന്റെ പൊന്നു ചെറുക്കാ, നീ എത്ര കുളിച്ചാലും നിന്റെ ദേഹത്തെ അഴുക്കൊക്കെ പോവാത്ത എന്താടാ എന്ന് ഞാനിങ്ങനെ ഇതിനെ നക്കിത്തരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തൊരു കഷ്ടപ്പെട്ട പരിപാടിയാന്ന് നിനക്ക് അറിയാവോ ഇത്? അതിന് എനിക്കിങ്ങനെ നക്കിത്തരാൻ ഞാൻ നിന്റെ കൂടെ പറഞ്ഞില്ലേ, നീ എന്നപ്പോ മിണ്ടാതെ അവിടെ കിടന്നോ നീ. എന്റെ സ്വഭാവം പോവാൻ നോക്കുന്നേ. കാലിലൊക്കെ അഴുക്കിരിക്കുന്നെന്ന്. എന്റെ കാലം നക്കി തരേ, നീ എന്ന് പോയാണ് അവിടെ ചുമ്മാ ശല്യപ്പെടുത്തുമായിരുന്നുണ്ട്. അങ്ങ് മിണ്ടാ അവിടെ കടയുടെ ഇറക്കാൻ നീ. നടക്കാനാന്നും പറഞ്ഞുകൊണ്ട് നട്ടുച്ചയ്ക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന എന്നെയും വിളിച്ചിറക്കൊണ്ടുവന്ന് വെയിലുകൊണ്ട് ക്ഷീണിച്ചപ്പോഴത്തേക്കിന് ഇച്ചിരി നാരങ്ങ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ടോ ഈ രവിയണ്ണ ഇത് എവിടെ പോയി കിടക്കുന്നവാ ഇത്?